ഗേറ്റ് എക്സാം, CSER എക്സാം, TIFR എക്സാം, ബാർക്ക് എക്സാം, IIT മദ്രാസ് സെലക്ഷൻ, ISC സെലക്ഷൻ, ഇതിലെല്ലാം ഈ 2025 എന്ന് പറയുന്ന അക്കാഡമിക് ഇയറിൽ, 2025 കഴിഞ്ഞിട്ടില്ല, 4 മാസം 5 മാസം ആയതേ ഉള്ളൂ, ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സ് കരസ്ഥമാക്കിയ അഞ്ജന CK ആണ് നമ്മുടെ കൂടെ ഉള്ളത്. JRF വാങ്ങണം എന്നൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും PhDക്ക് നോക്കണമെങ്കിൽ എന്തായാലും JRF വേണം. ആ ഒരു ആഗ്രഹം വെച്ചിട്ട് മാത്രമാണ് ബെൻസിലോട്ട് വന്നത്. പക്ഷെ അത് ഇത്ര കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പല എക്സാമും ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ ഉണ്ട്, ഈ എക്സാംസ് ഒക്കെ എഴുതണം, ഇതിലൊരു നല്ല സ്കോർ കിട്ടിയാൽ ഇങ്ങനെ എന്റെ ഫ്യൂച്ചർ മാറാം എന്നുള്ള ഒരു കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് അവിടെ വന്നതിന് ശേഷമാണ്. വൺ തിങ്, എനിക്ക് ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പിൽ പോയിട്ട് പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതായത് ഇപ്പൊ വീട്ടിലിരുന്ന് കഴിഞ്ഞാല് ഓക്കെയാണ്, പഠിത്തം നടക്കും, പക്ഷെ എന്നാലും ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു 6 months കംപ്ലീറ്റ് ഡെഡിക്കേഷനോട് കൂടെ ഒരു കാര്യം ചെയ്യണം, എന്നിട്ട് അതിന്റെ ഒരു റിസൾട്ട് വാങ്ങുമ്പോൾ ഉള്ള ഒരു സന്തോഷം വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബെൻസിൽ ചൂസ് ചെയ്തത്. എനിക്ക് ഈ ഓൺലൈൻ വേണ്ട, ഓഫ്ലൈൻ മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അന്വേഷിച്ചു. എന്റെ കൂടെ പഠിച്ചവര്, പിന്നെ ഇവിടെ ഞാൻ നാട്ടിൽ കണ്ട ആൾക്കാര്, അവരൊക്കെ എങ്ങനെയാണ് PhDക്ക് പോവാൻ വേണ്ടി എന്താ ചെയ്യണേ. അപ്പൊ ഞാൻ ചോദിച്ചവരിൽ മിക്കവരും ആൾക്കാർ എന്നോട് പറഞ്ഞത് ബെൻസിൽ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് ഈ 10 hours 12 hours എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത്രയും കുറെ കാര്യങ്ങളൊന്നും ഉണ്ടാവും ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.